മോഹൻലാൽ പൃഥ്വിരാജ് ടീമിൻ്റെ എമ്പുരാൻ റിലീസിന് മുമ്പ് തന്നെ ഏറെ ചർച്ചാ വിഷയമായി പറഞ്ഞു. എക്കാലത്തെയും റെക്കോർഡ് ഭേദിക്കുന്ന ഒരു സിനിമയായി എമ്പുരാൻ മാറുമെന്നും എമ്പുരാന് ബദലായി ഇനി വരാനിരിക്കുന്ന എമ്പുരാൻ്റെ മൂന്നാം ഭാഗമായിരിക്കുന്നു ഫാൻസുകാർ പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സക്സസ് ഉണ്ടായാൽ മാത്രമേ ഏതൊരുവിനെയും അംഗീകരിക്കൂ എന്നുള്ളതാണ് സിനിമയുടെ ജാതകം നോക്കുമ്പോൾ മനസ്സിലാവുക. നിങ്ങളൊരു നല്ല സിനിമ ചെയ്താലും ആ സിനിമ ഓടിയില്ലെങ്കിൽ ആ സംവിധാനം പ്രത്യേകിച്ച് രക്ഷയൊന്നും ഉണ്ടാവില്ല. പറഞ്ഞു വരുന്നത് പ്രശസ്ത നടനായ പൃഥ്വിരാജിനെ കുറിച്ചാണ്. പൃഥ്വിരാജിൻ്റെ സംവിധാന ശൈലിയെക്കുറിച്ചാണ്. പൃഥ്വിരാജിൻ്റെ സംവിധാന ശൈലി എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ അച്ഛൻ സുകുമാരൻ, അതായത് ഡയലോഗ് വീരൻ എന്നൊക്കെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് എഴുതാറ്. ഇത്രയും മനോഹരമായിട്ട് ഡയലോഗ് പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരു നടൻ സുകുമാരൻ മാത്രമായിരുന്നു. ആ സുകുമാരൻ്റെ മകനാണ് പൃഥ്വിരാജ്. സുകുമാരനൊരു സ്വപ്നമുണ്ടായിരുന്നു, ഒരു സംവിധാനം എന്ന സ്വപ്നം. ആ സംവിധാനം എന്ന സ്വപ്നത്തിലേക്ക് നടന്ന് അടുത്തത് സ്വന്തം സിനിമകൾ നിർമ്മിച്ചു കൊണ്ടായിരിക്കും ആലോചിക്കണം. അതിനാദ്യം അദ്ദേഹം പടയണി എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. ഇവിടുത്തെ മമ്മൂട്ടി, മോഹൻലാൽ, സീമ അടക്കമുള്ള വമ്പൻ ആർട്ടിസ്റ്റുകൾ തങ്ങൾ രണ്ട് മക്കളുടെ പേരിലാണ് ബാനർ. ഇന്ദ്രജിത്തും പൃഥ്വിരാജും, ഇതിൻ്റെ രണ്ട് പേര് ചേർത്താണ് ബാനർ ഉണ്ടായിട്ടുള്ളതെന്ന് ആലോചിക്കണം. അപ്പോൾ ആ സ്വപ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ടതിലാണ് സുകുമാരൻ ഇല്ലാതായത്. സുകുമാരൻ മരിച്ച് 5 വർഷത്തിന് ശേഷമാണ് പഠിക്കാൻ പോയിരുന്ന പൃഥ്വിരാജ് സിനിമയിലേക്ക് വന്നതെന്ന് ആലോചിക്കണം. അന്നേ അച്ഛൻ്റെ സ്വപ്നങ്ങൾ പൂവണിയിക്കണം എന്നൊരു ആഗ്രഹം ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പരസ്യമായി തന്നെ തുറന്നു പറയുന്നൊരു ചെറുപ്പക്കാരൻ. ഇവന് വട്ടാണോ എന്ന് പലരും വിശ്വസിച്ചിരുന്നു. ഇങ്ങനെ പല വീഡിയോകളും ഈ വളരെ അഗ്രസീവായിട്ട് തന്നെ ഈ പൃഥ്വിരാജിനെ ആക്രമിക്കുകയും ചെയ്തു. അവിടെ ഒന്നും കുലുങ്ങാതെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ നടന്നെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരൻ മലയാള സിനിമയിൽ ആധിപത്യം സ്ഥാപിച്ചതെന്ന് ആലോചിക്കണം. ആധിപത്യം സ്ഥാപിച്ചപ്പോൾ പിന്നീടുണ്ടായ ആഗ്രഹം സംവിധാനമാണ്. അങ്ങനെ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരുടെ സിനിമയായിരിക്കും സംവിധാനം ചെയ്യുക, ആരാണ് പോളിസി, ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഭരത് ഗോപിയുടെ മകൻ കൂട്ടുകാരനാണ് മുരളി ഗോപി. അയാൾ പ്രശസ്തനായ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. എഴുത്തിലേക്ക് കിടന്നപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടി ഈ പടത്തിൻ്റെ ഒരു ലൂസിഫറിൻ്റെ ഒരു കഥ പറഞ്ഞത്. ശരിക്കും ലൂസിഫറിൻ്റെ കഥ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു കഥ ഒരു സിനിമയിൽ ഒതുക്കാവുന്നതായിരുന്നില്ല. ചുരുങ്ങിയത് 2 സിനിമയെങ്കിലും വേണ്ടി വരും എന്നാലോചിച്ചു. അത് അങ്ങനെ ഇട്ടു. അങ്ങനെ ഇരിക്കലെയാണ് സത്യത്തിൽ മോഹൻലാൽ എന്നുള്ള നടൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴൊന്നും പൃഥ്വിരാജ് സുകുമാരൻ വരുമായിരുന്നില്ല. പൃഥ്വിരാജ് ഒരിക്കലും വരുമായിരുന്നില്ല എന്ന് ഞാൻ പറയില്ല. കാരണം ഇപ്പോൾ വരാൻ കാരണം, ഇത്രയും വലിയ സിനിമകൾ ചെയ്യാൻ കാരണം മോഹൻലാൽ തന്നെയാണ്. കാരണം ഈ സംവിധാന രംഗത്ത് ABC അറിയാത്തൊരു ചെറുപ്പക്കാരെന്നാണ് പലരും പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് മോഹൻലാൽ എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ മോഹൻലാൽ അന്നും പറഞ്ഞത് ഈ ചെറുപ്പക്കാരിൽ പൂർണ്ണമായുള്ള വിശ്വാസം എനിക്കുണ്ട്, സിനിമയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്തൊരു ജീവിതമാണെന്ന് ആലോചിക്കണം, ഇത്രയും സമർപ്പണമുള്ളൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി വെച്ചതാണ് ലൂസിഫർ. അതങ്ങനെ തുടങ്ങുമ്പോൾ ഇന്ന് പൂർത്തിയാവും, എത്ര കോടി രൂപ ചെലവ് വരും, അത് റിലീസ് ചെയ്താൽ തന്നെ ലാഭം കിട്ടുമോ ഒന്നൊന്നും കണക്കൂട്ടിയില്ല. എന്തായാലും ഒരു മിനിമം ആഗ്രഹവും സ്വപ്നവും എല്ലാം സൂക്ഷിച്ചു. അപ്പോൾ തന്നെ അവർ വേണമെങ്കിൽ അവർക്ക് രണ്ടാമത്തെ ലൂസിഫറിൻ്റെ 2ാം ഭാഗം അനൗൺസ് ചെയ്യാമായിരുന്നു, ചെയ്തില്ല. കാരണം അതിൻ്റെ ഗതി എന്തായിരിക്കും? പ്രേക്ഷകർ അംഗീകരിച്ചാലേ 2ാം ഭാഗത്തിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൂസിഫർ സമാപിക്കുമ്പോൾ 2ാം ഭാഗത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന തരത്തിൽ തന്നെയാണ് മോഹൻലാലിൻ്റെ കഥ ചേഞ്ച് ഉണ്ടാക്കിക്കൊണ്ട് എബ്രഹാം ഖുറേഷിയായി വരാൻ പോകുന്ന ധ്വനി നടത്തുകൊണ്ട് ആ സിനിമ ആലോചിക്കണം. ആ സിനിമ വൻ വിജയമായി. അത് കഴിഞ്ഞ് അവർ 2ാം ഭാഗം അനൗൺസ് ചെയ്തു. അതാണ് ഇപ്പോഴത്തെ പുതിയ പടമായ എമ്പുരാൻ എന്ന് ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കും, ഈ അടി ഇടി ആക്ഷൻ ബിഗ് ബഡ്ജറ്റ് പടം മാത്രമേ ഇയാൾ ചെയ്യുള്ളൂ എന്നല്ലല്ലോ. ലൂസിഫർ കഴിഞ്ഞിട്ട് ബ്രോഡ് ആടി എന്നുള്ള പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സത്യത്തിൽ ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ
എനിക്ക് ആ സിനിമ അതിമനോഹരമായി സിനിമയാണ്, അത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതൊരു ഹ്യൂമർ ടച്ചോടുകൂടി ചെയ്തൊരു പടമാണെന്ന് ആലോചിക്കണം. അത്തരത്തിലുള്ള പടവും തനിക്ക് ചെയ്യാൻ കഴിയും. അതിൻ്റെ കയ്യൊതുക്കം, മെയ്യൊഴുക്കം എല്ലാം കൂടി ചേർന്നൊരു സിനിമയായിരുന്നു അത് എന്ന് തെളിയിച്ചു. അപ്പോൾ ഒരു സംവിധായകനെ സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നവരായിരിക്കണം എന്നുള്ളൊരു പ്രചരണമുണ്ടെങ്കിൽ അതിന് യോജിച്ച ആൾ തന്നെയാണ് പൃഥ്വിരാജ് എന്ന് ആലോചിക്കണം. ആ പൃഥ്വിരാജിൻ്റെ ഈ വലിയ സിനിമ എന്ന് നമ്മളൊക്കെ പറയുമ്പോൾ പൃഥ്വിരാജ് പറഞ്ഞത് ഒരു ചെറിയ സിനിമയാണെന്നാണ്. ആ ചെറിയ സിനിമ എന്ന് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം മമ്മൂട്ടി തമാശ രൂപേണ പരിഹാസ രൂപേണ പറഞ്ഞത്, അതെ ഇത് 4000 പേര് അഭിനയിക്കുന്നൊരു സിനിമ, കൊച്ചു സിനിമ, കോടികൾ ചെലവ് വരുന്നൊരു സിനിമ, കൊച്ചു സിനിമ. അങ്ങനെ ഒരു കൊച്ചു സിനിമ എൻ്റെ കൊച്ചു അനുജൻ എടുത്തിരിക്കുന്നു, വിജയിക്കട്ടെ എന്ന് ആ ചുരുക്കം വാക്കുകളിൽ മമ്മൂട്ടി പറഞ്ഞത് ഇപ്പോൾ വൈറലായി തീർന്നിരിക്കുക എന്നാലോചിക്കാം. അങ്ങനെ കൊച്ചു സിനിമ, ആ കൊച്ചു സിനിമ എടുക്കാൻ പോകുമ്പോൾ തന്നെ ആലോചിച്ചെന്ന് വെച്ചാൽ ഈ കഥ പറയുമ്പോൾ ഇതിൻ്റെ ഓരോ അവകാശം. അപ്പോൾ ആൻ്റണി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹൻലാൽ ഇരിക്കുമ്പോൾ തന്നെ 13 എഴുതുമ്പോൾ 13 ഹെലികോപ്റ്റർ മറ്റതും മറിച്ച്. അത് വിദേശ രാജ്യങ്ങളിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഷൂട്ടിംഗ് ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത്. ഇതൊരു ഹോളിവുഡ് സിനിമ കാണുന്ന സ്റ്റൈൽ ഹോളിവുഡ് സിനിമയാണ് എന്ന് വിചാരിച്ച് നമ്മൾ കാണുകയും ചെയ്യുന്ന ആലോചിക്കണം. അതായത് കേരളത്തിൻ്റെ പശ്ചാത്തലം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു ബിഗ് ബഡ്ജറ്റിൽ പൃഥ്വിരാജ് പറഞ്ഞ ചെറിയ ബഡ്ജറ്റിൽ ഇവിടുത്തെ സിനിമ ഇപ്പോൾ എല്ലാം തികഞ്ഞ് 27-ാം തീയതി മാർച്ച് 27-ന് തിയേറ്ററിൽ എത്താമാണ്. ഒരു തിയേറ്റർ 5 ഭാഷകളിലാണ് വരുന്നത്. ലോകമെമ്പാടും ഒരുമിച്ച് റിലീസ് ചെയ്യുന്നതായിരിക്കും. അതിനിപ്പോഴേ തന്നെ ഫാൻസുകാർ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. മലയാള സിനിമയിൽ ഇന്നേ വരെ ഇറങ്ങിയിട്ടുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ ഒരേ ഒരു സിനിമ ഈ സിനിമ തന്നെയാണ് എമ്പുരാൻ. ഈ എമ്പുരാനെ വെല്ലാൻ ഇനി എമ്പുരാൻ്റെ 3-ാം ഭാഗം വരണം എന്നാണ് ഇവർ പ്രചരിപ്പിച്ചിരിക്കുന്നത്. അവരുടെ ആവേശം, അവരുടെ ശക്തി, അവരുടെ ശുഭപ്രതീക്ഷ എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ അപ്പോഴും പൃഥ്വിരാജ് പറയുന്നത് എന്താണ്, ഞാനിപ്പോൾ ഇതിനൊരു 3-ാം ഭാഗം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. 3-ാം ഭാഗം ആഗ്രഹിക്കാൻ കാരണം തന്നെ 1-ാം ഭാഗം പ്രേക്ഷകർ ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ 2-ാം ഭാഗം ചെയ്തത്. ഈ 2-ാം ഭാഗത്തിൽ ഈ സിനിമ അവസാനിക്കില്ല. 2-ാം ഭാഗത്തിൽ സിനിമ അവസാനിപ്പിക്കാതിരിക്കാൻ കാരണം എന്താ, 3-ാം ഭാഗം വേണം, നിർബന്ധമായി വേണം. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും നമ്മുടെ പ്രേക്ഷകർ ഈ സിനിമയെ വൻ വിജയമാക്കി മാറ്റുമെന്നുള്ള മുൻകൂർ വിശ്വാസത്തോടെ തന്നെയാണ് പൃഥ്വിരാജ് അത് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു, ഈ സിനിമയുടെ റിലീസ് ദിവസമോ അതിന് തൊട്ടടുത്ത ദിവസമോ 3-ാം ഭാഗത്തിൻ്റെ പേര് അനൗൺസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളോടെ ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഓലോചിക്കേണ്ടി, ഇതിൻ്റെ ക്ലൈമാക്സ് എടുത്തിരിക്കുന്നത് കേരളത്തിൽ വെച്ചിട്ടാണെന്ന് ആലോചിക്കണം. കേരളത്തിൽ വെച്ചെടുക്കുമ്പോൾ ഈ സിനിമയിൽ എബ്രഹാം ഖുറേഷിയാണ് പ്രധാന കഥാപാത്രമെങ്കിലും ഈ അവസാന ഘട്ടത്തിൽ വീണ്ടും പഴയതുപോലെ സ്റ്റീഫൻ രംഗപ്രവേശം ചെയ്തുകൊണ്ട് 3-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന പ്രതീതിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു മാസ്മരിക വലയത്തിൽ പെട്ടുകൊണ്ട് പ്രേക്ഷകരെ എല്ലാം പല പ്രാവശ്യവും കാണാൻ വേണ്ടിയുള്ള ത്വര ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഈ എമ്പുരാൻ റിലീസ് ചെയ്യുകയാണ്. അതിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വെറുതെയല്ല ഞാൻ വന്നിരിക്കുന്നത്, എൻ്റെ അച്ഛൻ സുകുമാരൻ്റെ ആഗ്രഹം സാധിക്കാൻ കൂടിയാണ് വന്നിരിക്കുന്നത് എന്ന് വളരെ പരസ്യമായി തന്നെ ചങ്കൂറ്റത്തോടു കൂടി തന്നെ പൃഥ്വിരാജ് പറഞ്ഞു കഴിഞ്ഞു. അത് തെളിയിച്ചും കഴിഞ്ഞു.